അടുത്ത അഞ്ചാമത്തെ ആക്ടിവിറ്റി, ഫിസിയോഗ്രഫി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ്. ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഫിസിയോഗ്രഫി. അപ്പോൾ ഇതവിടെ ഈ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റെയിൻ ഷാഡോ റീജിയൻ്റെ ഒരു ഫിഗറാണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഡു റെയിൻ ഷാഡോ റീജിയൻസ് ഫോം. എങ്ങനെയാണ് റെയിൻ ഷാഡോ റീജിയൻസ് ഫോം ചെയ്യുന്നത്? ഈ പിക്ചർ നോക്കിയിട്ട് അതിനെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആൻസർ? മോയ്സ്ചർ ലാഡൻ വിൻഡ്സ് ആർ ഒബ്സ്ട്രക്റ്റഡ് ബൈ ദ മൗണ്ടെയ്ൻസ് ലൊക്കേറ്റഡ് അഗൈൻസ്റ്റ് ദെയർ ഡയറക്ഷൻ റിസൾട്ടിങ് ഇൻ റെയിൻഫോൾ. മോയ്സ്ചർ ലാഡൻ വിൻഡ് ഉണ്ടല്ലോ, അത് ഈ മൗണ്ടെയ്ൻസിൽ വന്ന് തട്ടി അവിടെ മഴ പെയ്യിക്കുന്നു. ബട്ട് ദ അതർ സൈഡ്, ആ പർവ്വതത്തിൻ്റെ മറ്റേ സൈഡിൽ അല്ലേ, ആ മൗണ്ടെയിൻ്റെ അതർ സൈഡിൽ ഓഫ് ദ മൗണ്ടെയിൻ ഗെറ്റ്സ് ലോ റെയിൻഫോൾ. അതിൻ്റെ മറ്റേ സൈഡിൽ എന്തായിരിക്കും? ആ റെയിൻഫോൾ കുറവായിരിക്കും. ദ റീജിയൻസ് വിത്ത് ലോ റെയിൻഫോൾ ആർ ജനറലി നോൺ ആസ് റെയിൻ ഷാഡോ റീജിയൻ. എവിടെയാണോ ലോ റെയിൻഫോൾ ഉള്ളത് ആ പ്രദേശത്തെയാണ് എന്ത് പറയുന്നത്? ആ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മോയ്സ്ചർ ലാഡൻ വിൻഡ് വരുന്നു, അത് പർവ്വതത്തിൽ മൗണ്ടെയിനിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു, തട്ടുന്നു, അപ്പോൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ അതിനെ അവിടെ തടഞ്ഞു നിർത്തുന്നു, അപ്പോൾ അവിടെ മഴ പെയ്യുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് റീജിയനിൽ മഴയില്ലാത്ത ഒരു പ്രദേശമായി തീരുന്നു. ആ ഓപ്പോസിറ്റ് റീജിയനിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയോളൂ. ഹൗ ഡു ദ റീജിയണൽ ഡിഫറൻസസ് ഇൻ ഫിസിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് ദി പീപ്പിൾ? പ്രിപ്പയർ എ നോട്ട്. റീജിയണൽ ഡിഫറൻസസ്, അതായത് പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഭൂപ്രകൃതിയിലും ക്ലൈമറ്റിലുള്ള പ്രാദേശികമായ വ്യത്യാസങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത നോട്ടിൽ ക്ലൈമറ്റ് ആൻഡ് ഫിസിയോഗ്രഫി ഇൻഫ്ലുവൻസ് ദ അഗ്രികൾച്ചർ ഓഫ് ആൻ ഏരിയ, ഒരു ഏരിയയിലെ അഗ്രികൾച്ചറിനെ അല്ലെങ്കിൽ കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട് ക്ലൈമറ്റ് ഫിസിയോഗ്രഫി. പിന്നെ ഇൻഫ്ലുവൻസ് പീപ്പിൾ സെലിബ്രേഷൻസ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ്, ജനങ്ങളുടെ ഈ ഭക്ഷണ രീതിയെയും അവരുടെ ആഘോഷങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ദ ഡ്രസ്സിങ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ ഡ്രസ്സിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് കിട്ടും. അടുത്ത ആറാമത്തെ ആക്ടിവിറ്റിയാണ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. എക്സസ് സ്റ്റോറി, ഒബ്സർവ് ദ കൊളാഷ്. ഇവിടെ കുറച്ച് കൊളാഷൊക്കെ തന്നിട്ടുണ്ട്, അതൊന്നും വേണ്ട, നമുക്ക് നോക്കിക്കോളൂ. വിച്ച് മെക്കാനിസം അലോസ് ദ പീപ്പിൾ ടു ഇൻ്റർവീൻ ഡയറക്ട്ലി ഇൻ ദ ഗവർണൻസ് പ്രോസസ് ആസ് പാർട്ട് ഓഫ് ദി ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ്റെ പാർട്ടായിട്ട് ഈ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് മെക്കാനിസമാണ് ജനങ്ങളെ ഡയറക്റ്റായിട്ട് ഇടപെടാൻ സമ്മതിക്കുന്നത്? ഏതാണ്? ഗ്രാമസഭ, ലെജിസ്ലേച്ചർ, ലോകസഭ, രാജ്യസഭ. ഏതാണ്? ഗ്രാമസഭ അല്ലേ? ഗ്രാമസഭയാണ് ഇവിടുത്തെ ആൻസർ. അടുത്ത ബി ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറിനെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻസ് ഓഫ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. റീജിയണൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ? പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ആൻഡ് പവർ ഇൻ ഗവർണൻസ് ഫോർ ദ പബ്ലിക്. ജനങ്ങൾക്ക് ഗവർണൻസിൽ, അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ കൂടുതൽ പാർട്ടിസിപ്പേഷനും അതിൻ്റെ പവറും അധികാരവും. ഏബിൾ ടു പ്രയോറിറ്റൈസ് ഡെവലപ്മെൻറ്റ് നീഡ്സ്. വികസന ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി നിശ്ചയിക്കാൻ കഴിയുന്നു. ഡെവലപ്മെൻറ്റ് ഓഫ് ദി റീജിയണൽ എക്കണോമി, അതായത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഇതിലേതെങ്കിലുമൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും കേട്ടോ.